നീ ഇവിടെ പെട്ടിയോട്ടൊക്കെ മേടിച്ച് ആത്തിട്ടേക്കുന്നോ? എടാ ഇത് ഈസി ഡ്രൈവിലെ പുതിയ ഐറ്റം ആണ്, കാർ ഡ്രൈവിംഗ് സിമുലേറ്റർ. സിമുലേറ്ററോ? അറിയാ, ഈ ഡ്രൈവിംഗ് പഠിക്കാൻ ആളുകൾ വരുമല്ലോ, അപ്പൊ അവർക്ക് നമ്മൾ ആദ്യമേ വണ്ടി എടുത്ത് വെളിയിൽ കൊണ്ടിട്ട് ഓടിപ്പിച്ച് അവരെ പേടിപ്പിക്കണ്ട. ഇതാകുമ്പോ അവർക്ക് കൈ തെളിയാ ഇതിൽ ഓടിച്ച് തെളിഞ്ഞാല്, എന്നിട്ട് നമ്മൾ വെളിയിൽ നമ്മളെ വണ്ടി കൊടുക്കും. മനസ്സിലായില്ലേ? അല്ല എനിക്ക് ഒരു കാര്യം, എന്റെ കൈ ഒന്ന് തെളിയാൻ വഴിയാ. നിന്റെ കൈ തെളിക്കാൻ വേറെ ഐറ്റം കൈ തെളിച്ചോ. ഇതെങ്ങനെ? ഇത് സ്റ്റിയറിംഗ്, നിനക്ക് കൈ തെളിക്കാൻ തെളിച്ചോ. ഇതൊന്നും പറ്റത്തില്ല, ഗിയറൊക്കെ വേണ്ടേ? അവര് പറഞ്ഞ ഗിയർ ഇല്ലെന്ന്. സ്റ്റിയറിംഗ് ഉണ്ട്, ഗിയർ ഉണ്ട്, എഞ്ചിൻ ഉണ്ട്, ആക്സിൽ ഉണ്ട്, ടയറില്ല. ആര് പറഞ്ഞ്? ഇതുകൊണ്ട് ടയറുണ്ട്. പീസ് തരാതെ ഓസിന് പാച്ചുന്നവനെ ഇങ്ങനെ അങ്ങ് പാച്ചാ മതി. പിടിച്ചോ. ടാറ്റയുടെ എഞ്ചിനും മഹേന്ദ്രയുടെ സ്റ്റിയറിംഗും. നീ ഡ്രൈവിംഗ് സ്കൂളിൽ വിപുലീകരിച്ചെന്ന് വെച്ച് ഇത്രയും വലിയ ജാടയൊന്നും വേണ്ട കേട്ടോ. ഇരി അത് സംഭവം കൊള്ളാം, സെറ്റപ്പ് ആയിട്ടുണ്ട്. നമ്മൾ വർഷങ്ങളായില്ലേ ഫീൽഡിൽ വന്നിട്ട്, അതിന്റേതായ ഓരോരോ മാറ്റങ്ങൾ കൊണ്ടുവന്നു, അത്രേ ഉള്ളൂ. അളിയ, എന്നാലും നീ പിള്ളേരെ പഠിപ്പിക്കാൻ വേണ്ടി ഒരു വണ്ടി മൊത്തം പൊളിച്ചടിക്കുകയോ? ഏത് വണ്ടി? ഇതാണ് അവിടെ വെച്ചേക്കുന്ന സ്റ്റിയറിംഗും ഗിയർ ബോക്സും എഞ്ചിനും ഒക്കെ. എടാ അത് ഞാൻ പൊളിച്ചതല്ല, എന്റെ ഒരു പഴയ ഒരു കാർ ഇരുന്ന് നിനക്ക് ഓർമ്മയുണ്ടോ? അത് എന്റെ അളിയൻ തണ്ടി എന്ന് പൊളിച്ച് കൊണ്ട് ഇടിച്ച് മതിലിൽ. പിന്നെ ഞാൻ ഊരിപ്പിരുത്ത് ഇവിടെ വെച്ചത്, ആകുമ്പോഴത്തേക്ക് പിള്ളേർക്ക് പഠിക്കാമല്ലോ. അവൻ വന്നോ പിന്നെയും? അതിന് അവ ഇവിടെ പോവായി, അവ ഇവിടെ തന്നെയല്ലോ. ഞാൻ കല്യാണം കഴിച്ച് അന്ന് തൊട്ട് അവളുടെ കൂടെ കവനും കയറി വന്നതല്ലേ. എനിക്കിപ്പോ സംശയമുണ്ട്, ഞാൻ അവളെയാണോ അവനെയാണോ കെട്ടിയതെന്ന്. ഇതിപ്പോ അവള് നിന്റെ വീട്ടിലുള്ളതിനേക്കായി അവനാണല്ലോ ഉള്ളത് മൊത്തം. എന്നാണോ എന്തോ ഇനി എന്റെ കൂടെ കയറി കിടക്കാൻ. നീ ചെറുക്കനെ കൊണ്ട് ഒരു നിവർത്തിയില്ല. ഞാൻ എന്തെങ്കിലുമൊക്കെ എക്സ്ക്യൂസസ് പറഞ്ഞ് ഇവനെ കൊണ്ട് വീട്ടിലാകും. അവൻ നൈസിന് പിന്നും കയറി വരും. നമ്മള് കണ്ടോണ്ടിരിക്കുമല്ലോ ഇതെല്ലാം. എടാ ഇവന് നമ്മള് ചെലവിന് കൊടുക്കുന്നതല്ലേ പ്രശ്നം. ഇപ്പം അതിപ്പോ നോക്കുവാണെന്ന് നമ്മളെ ഓരോ ഊളകളെ കൊണ്ടുവരുന്നു, അതും വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. ഇപ്പൊ നിനക്ക് തന്നെ ഇന്നലെ ചിക്കൻ ബിരിയാണി വാങ്ങിച്ചു, പിന്നെ മട്ടൻ ബിരിയാണി. അതെ, അപ്പം അത് വിഷയമല്ല. പക്ഷെ ഇത് എന്നും ആകുമ്പോഴത്തേക്കും നമ്മൾ ഒരുമാതിരി വഹിക്കുന്ന കണക്ക് എന്തെങ്കിലും ചെയ്യണം. അളിയ, ഞാൻ നോക്കിയിട്ട് ഒരൊറ്റ വഴിയുള്ളൂ. എന്തോ അളിയ, പെണ്ണുങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമുണ്ട്. എന്താ? അതവരെ ഭർത്താക്കന്മാര്. അല്ല, അതൊക്കെ മേലെ എന്തോ പറ. അളിയ, സ്വർണം. ഓ സ്വർണ്ണ. നിന്റെ പെണ്ണുപിള്ളക്ക് കുറെ സ്വർണ്ണം ഉണ്ടല്ലോ, അതിന് നീ അതങ്ങ് അടിച്ചു മാറ്റണം. ഓടാ നീ തുടങ്ങി. നിനക്ക് എന്താ ഇനി അതല്ലെന്ന്. പിന്നെ നീ അടിച്ചു മാറ്റി നേരെ കൊണ്ടുപോയി അവന്റെ ബാഗിൽ കൊണ്ടുപോയി വെക്കണം. അപ്പൊ അത് അവന്റെ തലയിലാവും. അപ്പം അവൻ കള്ളനായില്ലേ അവിടെ. സൂപ്പർ. ഇതിന് നിനക്ക് ഇന്നൊരു ചിക്കൻ ബിരിയാണി. ചിക്കൻ ബിരിയാണി എന്റെ കയ്യിലിരിക്കട്ടെ, അക്കൗണ്ടിൽ പൈസ കയറണം. ഗൂഗിൾ പേ ഇട്ടിട്ടുണ്ട്. 250 കുണുവയോ? സീരിയലിൽ നിന്ന് കട്ടുമുട്ടിച്ചൊക്കെ എടുക്കുന്ന ഐഡിയ ഇത്രയൊക്കെ ഉള്ളു. അവന്റെ അടുത്ത ഐഡിയ